നമസ്തേ, പൊളിറ്റിക്സ് കേരളയിലേക്ക് സ്വാഗതം. സ്ഫോടനാത്മകമായ അന്തരീക്ഷമാണ് LDF ഉടലെടുത്തിരിക്കുന്നത്. അതിൽ പ്രത്യേകിച്ചും CPIയുടെ കരുത്തനായ MLA, നാട്ടിക MLA CC മുകുന്ദൻ പാർട്ടി വിടുന്നു. ഗുരുതരമായ ആരോപണങ്ങൾ പാർട്ടിക്ക് നേരെ ഉന്നയിച്ചുകൊണ്ടാണ് ശ്രീ മുകുന്ദൻ പാർട്ടി വിടുന്നത്. മുൻ MLA ഗീതാ ഗോപിനാഥിനാണ് നാട്ടിക കാൻഡിഡേറ്റ്ഷിപ്പ് CPI നീക്കി വെച്ചിരുന്നത്. പക്ഷെ അതൊരു പേയ്മെന്റ് സീറ്റാണ് എന്നാണ് ശ്രീ മുകുന്ദൻ ആരോപിക്കുന്നത്. പാർട്ടിയിൽ എല്ലാം CPIയിൽ എല്ലാം പണത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടക്കുന്നത് എന്ന ഗൗരവമേറിയ ആരോപണമാണ് ശ്രീ CC മുകുന്ദൻ ഉന്നയിച്ചിരിക്കുന്നത്. അദ്ദേഹം സ്വതന്ത്രമായി മത്സരിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. അതേസമയം UDF നേതാക്കൾ അദ്ദേഹത്തെ സന്ദർശിച്ചതായും UDF പിന്തുണ കൊടുക്കാം എന്നുള്ള രീതിയിലും UDF ജയിലിലേക്ക് വരാനായിട്ട് ക്ഷണിച്ചിട്ടുണ്ടെന്ന രീതിയിലും ഒക്കെ വാർത്തകൾ വരുന്നുണ്ട്. എന്തായാലും CPIക്ക് വളരെ ക്ഷീണമുണ്ടാക്കുന്ന ഒരു സംഗതിയാണ് CC മുകുന്ദന്റെ ഈ മാറ്റം. ഇതിനു മുമ്പ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലേക്ക് ഇതുപോലെ പേയ്മെന്റ് സീറ്റ് വിവാദം ഉയർന്നിരുന്നു. അന്ന് പാർട്ടി നടപടികൾക്ക് വിധേയരായ ശ്രീ ദിവാകരൻ, വെഞ്ഞാറമൂട് ശശി തുടങ്ങിയ നേതാക്കൾ ഉണ്ടായിരുന്നു. അതില് വെഞ്ഞാറമൂട് ശശിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയുണ്ടായി. ദിവാകരനെ പാർട്ടി വീണ്ടും തിരിച്ചെടുത്തു കഴിഞ്ഞു. അതേസമയം ശ്രീ CC മുകുന്ദന് പാർട്ടി വിട്ടു പോകാൻ പറ്റാത്ത വിധമുള്ള ആത്മബന്ധമാണ് അദ്ദേഹത്തിന് പാർട്ടിയോടുള്ളത്, പാർട്ടിക്ക് അദ്ദേഹത്തോടുള്ളത് എന്നാണ് CPI നേതാക്കൾ പറയുന്നത്. എന്തായാലും UDF ഈ അവസരം വെറുതെ ഇരിക്കില്ല. CC മുകുന്ദന്റെ പ്രയാസങ്ങൾ എന്താണെന്ന് കണ്ടിട്ട് ഉടനെ തന്നെ അടിയന്തരമായി CPI പരിഹരിക്കാൻ ശ്രമിച്ചില്ല എങ്കിൽ CPIക്ക് വൻപിച്ചൊരു നഷ്ടമുണ്ടാകും. ഇക്കണക്കിന് ഈ രീതിയിൽ ഇലക്ഷൻ അടുത്തിരിക്കുന്ന സമയത്ത് വൻകിട നേതാക്കൾ കൂറുമാറി പോകുന്നത് ഒരിക്കലും ഇടതുമുന്നണിക്ക് ഗുണം ചെയ്യില്ല. ഇടതുമുന്നണിയിൽ CPI കുറച്ചുകൂടി കാര്യക്ഷമമായ രീതിയിലും അവധാനതയോടുകൂടിയും കാര്യങ്ങളെ സമീപിക്കേണ്ടതാണ്. CC മുകുന്ദൻ പത്രസമ്മേളനം നടത്തിക്കഴിഞ്ഞു. ഗുരുതരമായ ആരോപണം, അതായത് പാർട്ടിയിൽ എല്ലാം പണത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചേരാത്ത പ്രവൃത്തി ആരോപിച്ചുകൊണ്ടാണ് CC മുകുന്ദൻ ആരോപണം നടത്തിയിരിക്കുന്നത്. ഇനി എന്താണ് അടുത്ത നീക്കമെന്ന് നമുക്ക് കണ്ടറിയാം. നമസ്തേ.